പ്രിയ വിദ്യാർത്ഥികളെ, ഇലക്ട്രോ കെമിസ്ട്രിയുടെ പുതിയൊരു ഭാഗത്തിലേക്ക്, നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഭാഗത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കൊമേഴ്ഷ്യൽ സെൽസ്. നമ്മൾ നിത്യജീവിതത്തിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്, ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കെമിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ചില വ്യാവസായിക പ്രാധാന്യമുള്ള ചില സെല്ലുകളെ കുറിച്ച്, ബാറ്ററികളെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ ഈ കൊമേഴ്ഷ്യൽ സെൽസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളാണ്. അതായത് these are electrochemical cells. Commercial cells are actually electrochemical cells, which means they consume chemical energy and as a result they produce electrical energy. അതായത് കെമിക്കൽ ഇൻപുട്ട് കൊടുക്കുന്നു, ഇൻപുട്ട് കെമിക്കലാണ്, കെമിക്കൽ ഇൻപുട്ടിനെ എന്താക്കി മാറ്റുന്നു? ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്നു. കെമിക്കൽ ഇൻപുട്ടിനെ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ആക്കി മാറ്റുന്ന സെല്ലുകളാണ് ഇവ. ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട്. ഓക്കെ, അതായത് അവിടെ ഒരു റിഡോക്സ് റിയാക്ഷൻ നടക്കും. കെമിക്കൽ ഇൻപുട്ട് നമുക്ക് കെമിക്കൽ ചേഞ്ച് അവിടെ സംഭവിക്കും. എന്താ കെമിക്കൽ ചേഞ്ച്? എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെല്ലുകളിൽ നടക്കുന്ന കെമിക്കൽ ചേഞ്ച് എന്താണ്? ഒരു റിഡോക്സ് റിയാക്ഷൻ ആണ്. സോ ദാറ്റ് redox reaction is actually converted into electrical output or electrical energy. ഇതാണ് അവിടെ മൊത്തത്തിൽ നടക്കുന്നത്. ഇതെല്ലാം നമ്മൾ മുമ്പേ പറഞ്ഞതാണ്. ഗാൽവാനിക് സെല്ല് പറയുന്ന സമയത്ത് നമ്മൾ അവിടെ പറഞ്ഞതാണ് മക്കളെ. ഈ കൊമേഴ്ഷ്യൽ സെല്ലുകളെ പ്രധാനമായിട്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, കൊമേഴ്ഷ്യൽ സെൽസ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു. ഏതൊക്കെയാണെന്ന് അറിയാവാ? ഒന്ന് പ്രൈമറി സെൽസ്, രണ്ടാമത്തത് സെക്കൻഡറി സെൽസ്. അപ്പൊ എന്താണ് ഇവ തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം? വളരെ ഈസി ആയിട്ട് എളുപ്പത്തിൽ പറയുന്നുണ്ടെങ്കിൽ, പ്രൈമറി സെൽ എന്ന് പറഞ്ഞാൽ നോട്ട് റീചാർജബിൾ എന്നാണ്. നോട്ട് റീചാർജബിൾ അല്ലെങ്കിൽ നോട്ട് റീയൂസബിൾ. ഓക്കെ, അതേസമയം സെക്കൻഡറി സെൽസ് ആർ റീചാർജബിൾ. ഓക്കെ, ദാറ്റ് മീൻസ് റീയൂസബിൾ. ഇതാണ് ഏറ്റവും പ്രധാനം. ഇവർ എന്താണ് പ്രൈമറി, എന്താണ് സെക്കൻഡറി എന്ന് ഒറ്റ വാക്ക് ചോദിച്ചാൽ ഇതാണ് ഉത്തരം. അതായത് ഇത് വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റൂല. മീനിങ് അവിടെ റിഡോക്സ് റിയാക്ഷൻ ഒരു പ്രാവശ്യം നടക്കത്തുള്ളൂ. ഒരു പെർട്ടിക്കുലർ പീരീഡ് കഴിഞ്ഞാൽ പിന്നെ സെല്ല് ഡെഡ് ആവും. വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ പറ്റൂല. ഇവിടെ അങ്ങനെയല്ല. റിഡോക്സ് റിയാക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്നു. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിഡോക്സ് റിയാക്ഷൻ സ്റ്റോപ്പ് ആയി കഴിഞ്ഞാൽ അതിന് ഒരു എക്സ്റ്റേണൽ DC സോഴ്സ് ഉപയോഗിച്ചിട്ട്, എങ്ങനെ നമ്മൾ പറയും, ഒരു എക്സ്റ്റേണൽ DC സോഴ്സ് ഉപയോഗിച്ചിട്ട് ആ സെല്ലിനെ റീചാർജ് ചെയ്യാം, അതിനെ വീണ്ടും ഉപയോഗിച്ചുകൊണ്ടിരിക്കാം. സോ എന്താണ് പ്രൈമറി സെൽ, എന്താണ് സെക്കൻഡറി സെൽസ് എന്ന് ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇതാണ്. പ്രൈമറി സെൽസ് ആർ ദോസ് in which the redox reaction takes place only once and after a period of time it will be dead. It is not reusable or not rechargeable. Okay, the secondary cells are those which can be recharged by using an external DC source which can use it again and again. എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ പ്രൈമറി സെൽസിനും സെക്കൻഡറി സെൽസിനും ഈ രണ്ട് എക്സാമ്പിൾ വീതം നമുക്ക് പഠിക്കണം. ഓക്കെ, ഇവിടെ പഠിക്കേണ്ടത് പ്രൈമറി സെൽസിൽ നമുക്ക് പഠിക്കേണ്ടത് ഒന്ന് ഡ്രൈ സെൽ, രണ്ട് മെർക്കുറി സെൽ,
മെർക്കുറി സെൽ. ഇനി റീചാർജബിൾ ആയിട്ടുള്ള സെക്കൻഡറി സെല്ലിൽ നമുക്ക് പഠിക്കേണ്ട എക്സാമ്പിളുകൾ, ഒന്ന് ലെഡ് സ്റ്റോറേജ് ബാറ്ററി. ലെഡ് സ്റ്റോറേജ് ബാറ്ററി. രണ്ട് ഫ്യൂൽ സെൽ. ഫ്യൂൽ സെൽ. ഓക്കെ, ഈ നാലെണ്ണമാണ് നമുക്ക് പഠിക്കേണ്ടത്. എന്തിനാണ് ഇവിടെ പഠിക്കേണ്ടത്? ഓരോന്നിലും എന്താണ് ആനോഡ്, എന്താണ് കാഥോഡ്, എന്താണ് ഇലക്ട്രോലൈറ്റ്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ, കാഥോഡിൽ നടക്കുന്ന റിയാക്ഷൻ, ഓവറോൾ റിയാക്ഷൻ. ഇങ്ങനെ ടോട്ടൽ 6 കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. അപ്പോൾ മിക്കവാറും തെറ്റുന്നതാണ് കെമിക്കൽ റിയാക്ഷൻ എഴുതുന്ന സമയത്ത്. ആനോഡിക് റിയാക്ഷനും കാഥോഡിക് റിയാക്ഷനും എഴുതുമ്പോൾ മിക്കവാറും പേര് തെറ്റിക്കുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പൊ അത് പെട്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതുന്നതൊരു പ്രയാസമൊന്നും അല്ല എക്സാമിന്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാനത് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഈ സെല്ലുകളെ കുറിച്ചുള്ള ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നോക്കി. കൊമേഴ്ഷ്യൽ സെൽസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇലക്ട്രോ കെമിക്കൽ സെല്ല് തന്നെയാണ്. അവിടെ റെഡോക്സ് റിയാക്ഷൻ നടക്കുന്നു, അതിന്റെ ഫലമായിട്ട് ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് കിട്ടുന്നു. 2 ടൈപ്പിലുണ്ട്, പ്രൈമറി സെൽ, സെക്കൻഡറി സെൽ. റീചാർജ് ചെയ്യാൻ പറ്റാത്തവയാണ് പ്രൈമറി സെൽസ്. വീണ്ടും വീണ്ടും റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സെല്ലുകളാണ് സെക്കൻഡറി സെല്ലുകൾ. അപ്പൊ ഇതിൽ 2 എക്സാമ്പിളും ഇതിൽ 2 എക്സാമ്പിളും ഇത് നമുക്ക് പഠിക്കണം. ഓക്കെ, നമുക്ക് തുടങ്ങിയാലപ്പോ. അപ്പൊ നമ്മള് ഈ സെക്ഷനിൽ പ്രൈമറി സെല്ലാണ് പഠിക്കുന്നത്. അടുത്ത സെക്ഷനിൽ നമുക്ക് 2 സെക്കൻഡറി സെല്ലുകളെ കുറിച്ച് പഠിക്കാം. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ നമുക്ക് പ്രൈമറി സെല്ലിലേക്ക് മെല്ലെ മൂവ് ചെയ്യാം. ഓക്കെ, പ്രൈമറി സെൽസ് എന്താണെന്ന് തലയിൽ വെച്ച് കഴിഞ്ഞല്ലോ. ഇനി നമ്മൾ ആദ്യത്തെ പ്രൈമറി സെല്ല് ഡ്രൈ സെൽ. ഡ്രൈ സെൽ. ഡ്രൈ സെൽ. അതിന് ലെക്ലാൻഷ് സെൽ എന്നും പറയും. ലെക്ലാൻഷ് സെൽ എന്നും പറയും. ഓക്കെ അല്ലേ? ടോർച്ച് സെൽ എന്നും പറയും. ടോർച്ച് സെൽ. ഓക്കെ, അപ്പൊ ആദ്യം എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള പാർട്സ് നമുക്ക് നോക്കാം. നമ്മളിപ്പോ ഇത് സാധാരണ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഉപയോഗിക്കുന്ന നമ്മളെ ടോർച്ചിൽ ഉപയോഗിക്കുന്ന സെല്ല്, ക്ലോക്കിൽ ഒക്കെ ഉപയോഗിക്കുന്നത് ഈ സെല്ലുകളാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ ഉള്ളിൽ കാര്യമായിട്ട് എന്തൊക്കെയാണുള്ളത്, അതിൽ ഏതാണ് ആനോഡ്, ഏതാണ് കാഥോഡ്, ഏതാണ് ഇലക്ട്രോലൈറ്റ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാനപ്പോ ഇതിന്റെ ഒരു ഫിഗർ ഇവിടെ വരക്കാണ്, മക്കൾ നോക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഒരു ഒരു കണ്ടെയ്നറാണ്. സിങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു കണ്ടെയ്നർ, ഒരു മെറ്റൽ കണ്ടെയ്നർ. ഓക്കെ, സിങ്ക് കൊണ്ടുണ്ടാക്കിയ ഒരു മെറ്റൽ കണ്ടെയ്നർ. അത്യാവശ്യം തിക്നെസ് ഒക്കെ ഉണ്ട് കേട്ടോ, നല്ല തിക്നെസ് ഒന്നും അല്ലാവേ. ഇതാണ് നമ്മൾ ആ കണ്ടെയ്നർ. ഓക്കെ, ഇവിടെ ഒരു മെറ്റൽ ക്യാപ്പ് ഉണ്ട്, ഒരു മെറ്റൽ ക്യാപ്പ്. സോ ദിസ് ഈസ് ദി സിങ്ക് കണ്ടെയ്നർ. സിങ്ക് കണ്ടെയ്നർ. This is the metal cap. Okay, then അതിന്റെ ഉള്ളിൽ ഗ്രാഫൈറ്റിന്റെ ഒരു റോഡ് ഉണ്ട്. ഗ്രാഫൈറ്റ് റോഡ്, ഗ്രാഫൈറ്റിന്റെ ഒരു ദണ്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിന്റെ മുകൾ ഭാഗം, മക്കളെ കേൾക്കണേ, മുകൾ ഭാഗം ഈ മെറ്റൽ ക്യാപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. മെറ്റൽ ക്യാപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. താഴ്ഭാഗം സിങ്ക് കണ്ടെയ്നറുമായിട്ട് ടച്ച് ചെയ്തിട്ടില്ല, ടച്ച് ചെയ്യാൻ പാടില്ല. ഓക്കെ, ദിസ് ഈസ് ദി ഗ്രാഫൈറ്റ് ഓട്. ഗ്രാഫൈറ്റ് ഓട്. ഇതുണ്ടല്ലോ മക്കളെ, ഇതിന് ചുറ്റും ഒരു സാധനം കവർ ചെയ്തിട്ടുണ്ട്. ഇതിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മിക്സ്ചർ, ഇതിനെ കവർ ചെയ്തുകൊണ്ടുള്ള ഒരു മിക്സ്ചർ. ഓക്കെ,
എന്തൊക്കെയാണെന്ന് അറിയാവോ ആ മിക്സ്ചറിലുള്ളത്? രണ്ട് കമ്പോണൻസിന്റെ മിക്സ്ചറാണ് ഇതിന് കവർ ചെയ്തിട്ടുള്ളത്. ഒന്ന് മാംഗനീസ് ഡയോക്സൈഡ്, ഓക്കെ, മാംഗനീസ് ഡയോക്സൈഡ് പ്ലസ് കാർബൺ പൗഡർ. അത് ഇതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കാർബൺ ഓടിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാർബൺ പൗഡർ. ഓക്കെ, അപ്പൊ മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ പൗഡർ, അതേപോലെ ഗ്രാഫൈറ്റ് ഓട്, ഈ മൂന്നെണ്ണം ചേർന്നിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് ആണ് ഇത്. അപ്പോ ഇനി ഈ ശ്രദ്ധിക്കണം, ഈ കണ്ടെയ്നറിനും ഈ മിക്സ്ചറിന്റെ അടുത്തൊരു സ്പേസ് ഉണ്ടല്ലോ, ആ സ്പേസിൽ വേറൊരു മിക്സ്ചർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ വേറൊരു മിക്സ്ചർ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് പറഞ്ഞാല് രണ്ട് കോമ്പോണൻസിന്റെ മിക്സ്ചർ ആണിത്. അതിലുള്ളത് സിങ്ക് ക്ലോറൈഡ് ആൻഡ് അമോണിയം ക്ലോറൈഡ്, സിങ്ക് ക്ലോറൈഡ്, അമോണിയം ക്ലോറൈഡ്, ഈ രണ്ടെണ്ണമാണ് അവിടെ ഉള്ളത്. ഓക്കെ, ഇനി ഞാനിതിൽ ആനോഡ് ആര്, കാഥോഡ് ആര്, ഇലക്ട്രോലൈറ്റ് ആര് എന്നൊക്കെ പറയാം. സിങ്ക് കണ്ടെയ്നർ ആണ് നമ്മുടെ ആനോഡ്. ഓക്കെ, ഈ ഡ്രൈ സെല്ലിലെ ആനോഡ് സിങ്ക് കണ്ടെയ്നർ ആണ്. ആനോഡ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിക്കൽ സെല്ലിലെ ആനോഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എന്താണ്? നെഗറ്റീവ് ആണ്. ഓക്കെ, ഇലക്ട്രോ കെമിക്കൽ സെല്ലിൽ ആനോഡ് നെഗറ്റീവ് ആണ്. സോ ദിസ് ഈസ് ദി ആനോഡ്. സിങ്ക് കണ്ടെയ്നർ, ഈ കണ്ടെയ്നർ ആണ്, ഇതിന് കവർ ചെയ്തിട്ടുള്ള കണ്ടെയ്നർ തന്നെയാണ് അതിന്റെ ആനോഡ് എന്ന് പറയുന്നത്. അതേസമയം ഗ്രാഫൈറ്റ് റോഡ്, മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ, ഈ മൂന്നെണ്ണം ചേർന്നതാണ് കാഥോഡ്, which is positive. And this mixture, zinc chloride, ammonium chloride, is the electrolyte. ഇതാണ് ഇലക്ട്രോലൈറ്റ്. അപ്പോ ആനോഡ് ആര് എന്ന് ഐഡന്റിഫൈ ചെയ്തു, കാഥോഡ് ആര് എന്ന് ഐഡന്റിഫൈ ചെയ്തു, അതേപോലെ ഇലക്ട്രോലൈറ്റ് ആര് എന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു. ഇല്ല മക്കളെ? ഓക്കെ, ഇതെന്ത് വേണം? ആനോഡിൽ എങ്ങനെ റിയാക്ഷൻ, എന്താണ് റിയാക്ഷൻ, കാഥോഡിൽ എന്താണ് റിയാക്ഷൻ, എങ്ങനെയാണ് ഇവിടെ ഇലക്ട്രിസിറ്റി ഫോം ചെയ്യപ്പെട്ടത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ആദ്യം നമുക്ക് ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ നോക്കാം. ആനോഡ് നന്നായി ശ്രദ്ധിക്കണം, ഞാൻ ഇത് നന്നായി ശ്രദ്ധിക്കണം കേട്ടോ. ആനോഡ് മീൻസ് നെഗറ്റീവ് ഇലക്ട്രോഡ്. ഓക്കെ, അവിടെ ആക്ച്വലി എന്താ സംഭവിക്കാൻ? നെഗറ്റീവ് ഇലക്ട്രോഡില്, അതായത് ആനോഡിൽ എന്താ സംഭവിക്കേണ്ടത്? ഓക്സിഡേഷൻ ആണ് സംഭവിക്കേണ്ടത്, അല്ലെ? ഓക്സിഡേഷൻ സംഭവിക്കുന്ന ഇലക്ട്രോഡാണ് ആനോഡ്. ഓക്കെ, അപ്പൊ ആരാണ് ആനോഡ്? സിങ്ക് കണ്ടെയ്നർ ആണ് ആനോഡ്. അപ്പോ ആ സിങ്ക് കണ്ടെയ്നറിൽ സിങ്കിന് ഓക്സിഡേഷൻ സംഭവിക്കുന്നു. കേൾക്കണേ, സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് സിങ്ക് 2+ 2 ഇലക്ട്രോണുകളും ഉണ്ടാകുന്നു. ഓക്കെ, അപ്പൊ ആനോഡ് ആയിട്ടുള്ള സിങ്ക് കണ്ടെയ്നറിൽ സിങ്ക് ആറ്റങ്ങൾക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ഓക്സിഡേഷൻ ലോസ് ഓഫ് ഇലക്ട്രോൺ കണ്ടല്ല, സിങ്ക് ആറ്റങ്ങൾ ഇലക്ട്രോണുകൾ ലോസ് ചെയ്തു. അങ്ങനെ സിങ്ക് 2+ ആയിട്ട് മാറി 2 ഇലക്ട്രോണുകൾ ഉണ്ടായി. ഓക്കെ, അപ്പോ നമ്മൾ എങ്ങാനും ഈ ആനോഡിനെ, ഇതാണ് ആനോഡ്, ഈ ആനോഡിനെ ഈ കാഥോഡുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്തു വിചാരിക്കാം. കേൾക്കണേ, ആനോഡിനെ സിങ്ക് കണ്ടെയ്നറിനെ ഇതാ കാർബൺ റോഡുമായിട്ട് ഇങ്ങനെ എക്സ്റ്റേണൽ വയറുമായിട്ട് കണക്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പൊ എന്താണെന്ന് അറിയാവുക? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ചിട്ടുണ്ടാവുന്ന ഇലക്ട്രോണുകൾ ഈ മെറ്റൽ വയർ വഴി, എക്സ്റ്റേണൽ സർക്യൂട്ട് വഴി ഇങ്ങോട്ട് വരും. ഏതിലേക്ക് വരും? കാഥോഡിലോട്ട് വരും. അതായത് ആനോഡിൽ നിന്ന് കാഥോഡിലോട്ട് ഈ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യും. അതായത് നിങ്ങൾ ഇവിടെ ഒരു ബൾബ് വെച്ച് കഴിഞ്ഞാൽ ആ ബൾബ് ഗ്ലോ ചെയ്യും ഡ്യൂ ടു ദി ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ്, ദാറ്റ് മീൻസ് ഡ്യൂ ടു ദി പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ ഇലക്ട്രോൺ എന്തായി? ഒഴുകിയിട്ട് ആനോഡിലുണ്ടായ ഇലക്ട്രോൺ ഒഴുകിയിട്ട് കാഥോഡിലേക്ക് എത്തി. ഇനി കാഥോഡിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. കാഥോഡ് ഏതാ? ഇലക്ട്രോ കെമിക്കൽസിലെ കാഥോഡ് പോസിറ്റീവാണ്. കാഥോഡിൽ എന്താണ് സംഭവിക്കേണ്ടത്? കാഥോഡ് റിഡക്ഷൻ സംഭവിക്കണം. അപ്പൊ ഈ കാഥോഡ് എന്ന് പറയുമ്പോൾ നമ്മളോട് കുറെ എണ്ണം ഉണ്ടല്ലോ മക്കളെ. എന്താണ്? മാംഗനീസ് ഡയോക്സൈഡ്, കാർബൺ പൗഡർ, ഗ്രാഫൈറ്റ് ഓട്.
അപ്പൊ ഇതിൽ ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ഇതില് ഗ്രാഫൈറ്റ് റോഡ് ആക്ച്വലി ഇലക്ട്രോൺസിന്റെ ഫ്ലോ സുഗമമാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ലൊരു കണ്ടക്ടർ ആണല്ലോ ഗ്രാഫൈറ്റ്, നല്ലൊരു കണ്ടക്ടർ ആണല്ലോ. അതുകൊണ്ടാണ് ഗ്രാഫൈറ്റ് ഈ ആനോഡിൽ നിന്നുണ്ടാവുന്ന ഇലക്ട്രോൺസിനെ കാഥോഡിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു എന്താ പറയാ ഒരു കണ്ടക്ടർ നമുക്ക് പോകണം. അതുകൊണ്ടാണ് കാർബൺ ഉപയോഗിച്ചത്, ഗ്രാഫൈറ്റ് ഉപയോഗിച്ചത്. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കാർബൺ പൗഡർ. അപ്പൊ ഈ കാർബണോ കാർബൺ പൗഡറിനോ അല്ല റിഡക്ഷൻ സംഭവിക്കുന്നത്, അവിടെ വെച്ചിട്ടാണെന്നേ ഉള്ളൂ. കാർബൺ ആറ്റങ്ങൾക്കൊന്നും സംഭവിക്കുന്നില്ല. പിന്നെയോ ഈ കാഥോഡിന്റെ ഭാഗമായിട്ട് ഒരാളില്ലേ ഇവിടെ, മാംഗനീസ് ഡയോക്സൈഡ് എന്ന് പറയുന്ന സാധനം ഇല്ലേ, ആ മാംഗനീസ് ഡയോക്സൈഡിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് മാംഗനീസ് ഡയോക്സൈഡിന് എങ്ങനെയാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? ഇപ്പോ MnO2. ഓക്കെ, എന്താണ് റിഡക്ഷൻ? റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ ലോസ് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ അഡീഷൻ ഓഫ് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ കുറയുക, ഇതൊക്കെയാണ് റിഡക്ഷൻ അല്ലെ. ഇപ്പൊ ഇവിടെ എന്ത് സംഭവിക്കുന്നത് അറിയാവോ? ഇവിടെ മാംഗനീസിന്റെ ഓക്സിഡേഷൻ നമ്പർ +4 ആണ്, അറിയാലോ. -2 -2 -4, സോ ഇതിന്റെ +4. ആ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് കുറയും. +4 എന്നുള്ളത് +3 ആയിട്ട് കുറയും. എങ്ങനെ അറിയോ? മാംഗനീസ് ഡയോക്സൈഡ് മാംഗനീസ് ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും ആദ്യം. പക്ഷെ മാംഗനീസ് ഹൈഡ്രോക്സൈഡ് ആയാലും പോരാ, നോക്കടാ, +4 +3 ആയിട്ട് മാറുന്നല്ലേ പറഞ്ഞത്. ഹൈഡ്രജൻ OHന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ മൈനസ് അല്ലേ, അപ്പൊ Mന് +1 അല്ലേ, +1 ആയിട്ടല്ല മാറുന്നത്, +3 ആയിട്ട് മാറുന്നു. അപ്പൊ എങ്ങനെയാണെന്ന് അറിയോ? ഈ ഉണ്ടായതിന്റെ കൂടെ ഒരു ഓക്സിജൻ കൂടി കമ്പൈൻ ചെയ്യും. ഇപ്പൊ എന്തായി? -1 -2 -3 -3, അപ്പൊ ഇത് +3 ആയി. അപ്പൊ നോക്കി, +4 എന്നുള്ളത് +3 ആയിട്ട് കുറഞ്ഞു. അതായത് മാംഗനീസിന് റിഡക്ഷൻ സംഭവിച്ചു, മാംഗനീസ് ഡയോക്സൈഡിന് റിഡക്ഷൻ സംഭവിച്ചിട്ട് മാംഗനീസ് ഹൈഡ്രോക്സി ഓക്സൈഡ് ആയിട്ട് മാറി. ഓക്കെ ആണ്, ഇല്ല തീർന്നില്ല, കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ ഇതിന് റിഡക്ഷൻ സംഭവിച്ചു എന്ന് മനസ്സിലായല്ലോ. ഈ റിഡക്ഷൻ സംഭവിക്കുമ്പോൾ, അതായത് +4 +3 ആകുമ്പോൾ ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യണ്ടേ. അപ്പൊ MnO2 ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. എവിടെ നിന്ന്? അതെവിടെ നിന്ന് കിട്ടിയതാ? ഇതിലേ കൂടി ഇലക്ട്രോൺ ഒഴുകി വന്നില്ലേ, ആ ഇലക്ട്രോൺ ആണ്. ആ ഇലക്ട്രോൺ ഗ്രാഫൈറ്റ് റോഡിലേ കൂടി കാർബൺ പൗഡറിലേ കൂടി ആർക്ക് കിട്ടി? MnO2 കിട്ടി. അങ്ങനെ MnO2 ഒരു ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് MnOH ആയിട്ട് മാറി. അപ്പൊ എല്ലാ രീതിയിലും ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്ത പ്രോസസ്സാണ് റിഡക്ഷൻ, ഓക്സിഡേഷൻ നമ്പർ കുറയുന്ന പ്രോസസ്സാണ് റിഡക്ഷൻ. ഓക്കെ, സംശയമില്ലല്ലോ. ഇതൊരു കാര്യം, MnO2 MnOH ആയിട്ട് മാറി. ഈ ഹൈഡ്രജൻ എവിടെ നിന്ന് കിട്ടി? അതറിയണ്ടേ. ഇതിങ്ങനെ ആയിട്ട് മാറാൻ ഹൈഡ്രജൻ വേണ്ടേ? കാഥോഡിന് എവിടെയും ഹൈഡ്രജൻ ഇല്ലല്ലോ. അതെവിടെ നിന്ന് കിട്ടിയെന്ന് അറിയാവോ? അത് കിട്ടിയത് നമ്മുടെ ഇലക്ട്രോലൈറ്റിൽ നിന്നാണ്. ഇലക്ട്രോലൈറ്റിൽ കണ്ട NH4Cl NH4+ ഇല്ലേ, NH4+ ഇല്ലടോ മക്കളെ. ആ NH4+ുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് അത് ഉണ്ടായത് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഇലക്ട്രോലൈറ്റിലെ NH4Cl ഡ്യൂട്ടി ക്ലിയർ ആയില്ല. എന്താണ്? NH4Cl NH4+ ആണ് ഇത് ഈ സാധനം ഉണ്ടാവാൻ ആവശ്യമായ H+ ഹൈഡ്രജൻ പ്രൊവൈഡ് ചെയ്തത്. അപ്പൊ ഇനി ബാലൻസ് ആയ നോക്കിയാൽ രണ്ട് ഭാഗത്തും Mn ഉണ്ട്, പിന്നെന്താ ഓക്സിജൻ 2 എണ്ണം ഉണ്ട്, പിന്നെ ചാർജ് അപ്പുറത്ത് 0 ആണ്, ഇപ്പുറത്ത് 0 ആണല്ലേ, +- 0 ആയി. ഇതെന്താ ബാക്കിയുള്ളത്? നൈട്രജനും 3 ഹൈഡ്രജനും ഇവിടെ ബാക്കിയുണ്ട് അല്ലെ. അതായത് ബാക്കി അമോണിയ, ഇത് ഹൈഡ്രജന് കൊടുത്തു കഴിഞ്ഞാൽ അത് അമോണിയ ആയിട്ട് മാറും, NH3 ഗ്യാസ് ആയിട്ട് മാറും. ഇതാണ് കാഥോഡ് നടക്കുന്ന റിയാക്ഷൻ. ക്ലിയർ ആയോ? കാഥോഡിക് റിയാക്ഷൻ ക്ലിയർ ആണല്ലോ. ഇനി ഈ കാഥോഡില് ഇപ്പൊ ഇലക്ട്രോൺസിന്റെ ഫ്ലോ നടന്നതെല്ലാം മനസ്സിലായി. ഓക്സിഡേഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഉണ്ടായി, ആ ഇലക്ട്രോൺ ഇവിടേക്ക് വന്നു, ആ ഇലക്ട്രോൺ ഇവിടെ കൺസ്യൂം ചെയ്യപ്പെട്ടു. അപ്പൊ എക്സ്റ്റേണൽ സർക്യൂട്ടിൽ കൂടി കണ്ടിന്യൂസ് ആയിട്ട് എന്ത് സംഭവിക്കും? ഇലക്ട്രോണിന്റെ ഫ്ലോ സംഭവിക്കും. അതായത് ഇവിടെ ഓക്സിഡേഷൻ, ഇവിടെ റിഡക്ഷനും സംഭവിച്ചു. റിഡോക്സ് റിയാക്ഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് ഡ്രൈ സെല്ലിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? ഇലക്ട്രിസിറ്റി ലഭിക്കും. ഇപ്പോൾ എക്സ്റ്റേണൽ കാഥോഡും ആനോഡും പരസ്പരം കണക്ട് ചെയ്യണം കേട്ടോ. ഇനി ഈ കാഥോഡിൽ ഉണ്ടായ ഒരു പ്രോഡക്റ്റ് കണ്ടാൽ, നിങ്ങൾ NH3 എന്നുള്ള പ്രോഡക്റ്റ് കണ്ടാ, അത് ഗ്യാസാണ്. ആ ഗ്യാസ് ഇങ്ങനെ പിന്നെ എന്താ പറയാ ഉണ്ടായിക്കൊണ്ടിരുന്നാല് ഈ എന്താ പറയാ ബാറ്ററി അല്ലെങ്കിൽ സെല്ല് ബൾജായി വരും, വീർത്ത് വരും. അവസാനം
എന്ത് സംഭവിക്കും? ബാറ്ററി അല്ലെങ്കിൽ സെൽ എന്താവും? കൊളാപ്സ് ചെയ്യും, അത് ഡാമേജ് ആവും. അപ്പൊ എന്താവണം? ആ NH3 അവിടെ നിന്ന് ഒഴിവാക്കണം. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സിങ്ക് ക്ലോറൈഡ്. ഇതിന്റെ യൂസ് നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. NH4Cl നിന്ന് പറഞ്ഞു, സിങ്ക് ക്ലോറൈഡ് നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഈ ഉണ്ടായ NH3 ഗ്യാസിനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നമ്മൾ ഈ സിങ്ക് ക്ലോറൈഡ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഉണ്ടാകുന്ന NH3 ഉണ്ടല്ലോ, ആ NH3നെ സിങ്ക് ക്ലോറൈഡിലെ Zn2+ ട്രാപ്പ് ചെയ്യും. Zn2+ ട്രാപ്പ് ചെയ്യും. ആ Zn2+ 4 അമോണിയ മോളിക്യൂൾസുമായി കമ്പൈൻ ചെയ്തിട്ട്, കേൾക്കണേ, ZnNH3, കേൾക്കണം, ZnNH3 എന്നുള്ള കോംപ്ലക്സ് ആയിട്ട് മാറും. കോർഡിനേഷൻ കോംപ്ലക്സ് ആയിട്ട് മാറും. കോർഡിനേഷൻ കോംപ്ലക്സ് എന്ന് പറയാനുള്ള കാരണം ഇവിടെ Zനും NH3ക്കും ഇടയിലുള്ള ബോണ്ട് കോർഡിനേറ്റ് ബോണ്ടാണ്. കോർഡിനേറ്റ് ബോണ്ടുള്ള അത്രയും കോമ്പൗണ്ടുകളെ പറയുന്ന പേരാണ് കോംപ്ലക്സ്. അപ്പോ Zn NH3യുമായി കമ്പൈൻ ചെയ്തിട്ട് ഒരു കോംപ്ലക്സ് ആയിട്ട് മാറും. ഓക്കെ, ഈ കോംപ്ലക്സിന് 2 പ്ലസ് ചാർജ് ഉള്ളത് കൊണ്ട് ക്ലോറിനുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പൊ ഞാൻ അത് അവിടെ കാണിക്കുന്നില്ല. അപ്പൊ എന്തായി? ഇതൊരു പേസ്റ്റ് ആണ്. ഇങ്ങനെ ഒരു കോംപ്ലക്സ്, ഒരു പേസ്റ്റ് ഫോമിലുള്ള ഒരു കോംപ്ലക്സ് അവിടെ ഫോം ചെയ്യും. അപ്പൊ ഗ്യാസ് അവിടെ ഉണ്ടാവില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ എല്ലാ റിയാക്ഷൻസും, ആനോഡ് എന്താണെന്ന് പറഞ്ഞു, കാഥോഡ് എന്താണെന്ന് പറഞ്ഞു, അതിൽ ഓരോരുത്തരും ഓരോ സ്ഥലത്തും എന്താണ് സംഭവിക്കുന്നതെന്നും പറഞ്ഞു. ഓക്കെ അല്ലേ മക്കളെ? ഇനി ഈ ഡ്രൈ സെല്ലില് നമുക്ക് 2-3 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ഒന്ന് അതിന്റെ യൂസ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു എവിടെയാണ് ഉപയോഗിക്കുന്നത്? ടോർച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ആ ക്ലോക്കിൽ ഉപയോഗിക്കുന്നുണ്ട്, അത് കുറവാണ്. ടോയ്സിൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 1.5 വോൾട്ട് ആണ്. മാക്സിമം 1.5 വോൾട്ട് വരെ കിട്ടും. ഓക്കെ, പക്ഷെ ഈ സെല്ലിന്റെ ലൈഫ് ടൈം കുറവാണ്. എന്താണെന്നറിയാവോ? നമ്മളിവിടെ ഉപയോഗിക്കുന്ന ഈ അമോണിയം ക്ലോറൈഡ് ഉണ്ടല്ലോ, അമോണിയം ക്ലോറൈഡ് ആസിഡിക് ആയിട്ടുള്ള സാൾട്ടാണ്. നോക്കിട, അമോണിയം ക്ലോറൈഡ് എന്ന സാൾട്ട് എങ്ങനെയാണ് ഫോം ചെയ്തത്? അമോണിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള വീക്ക് ബേസും ഹൈഡ്രജൻ ക്ലോറൈഡ് എന്നുള്ള സ്ട്രോങ് ആസിഡും ചേർന്നിട്ടാണ്. അപ്പൊ സാൾട്ടിന്റെ നേച്ചർ എന്താ? ആസിഡിക്. സ്ട്രോങ് ആസിഡ് ഉണ്ടെങ്കിൽ ആസിഡിക് ആണ് നേച്ചർ. അസിഡിക് ആയിട്ടുള്ള കോമ്പൗണ്ട് മെറ്റലിന് കോടയും, മെറ്റലിന് തിന്നും. മനസ്സിലാവുന്നുണ്ടോ? മെറ്റലിന് മെല്ലെ മെല്ലെ കൊറോഷൻ സംഭവിക്കും. അതായത് സിങ്ക്, അത് മാത്രമല്ല, ഈ സാധനം ഉണ്ടല്ലോ, ഈ ഉണ്ടാകുന്ന കോംപ്ലക്സ്, ഈ 2 എണ്ണം ഹൈലി കൊറോസീവ് ആണ്. കൊറോഷന് കാരണമായിട്ടുള്ളവരാണ് കൊറോസീവ് എന്ന് പറയുന്നത്. ആ 2 എണ്ണം കൂടിയിട്ട് മെറ്റലിനെ നിഷേധിക്കും. മെറ്റലിന്റെ അവിടെ കുറച്ച് കാലം ഉപയോഗിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എന്താ പറയാ, ചെറിയ ഓപ്പണിംഗ് ഒക്കെ ഉണ്ടാവും. അതിലെ കൂടിയിട്ട് ഈ പേസ്റ്റ് പുറത്തോട്ട് തള്ളിയിട്ട് വരും. പഴയ ബാറ്ററിയിൽ അല്ലെങ്കിൽ ഇങ്ങനെ പുറത്തൊരു പേസ്റ്റ് കുമിഞ്ഞു കൂടിയിട്ട് കാണാൻ പറ്റും. അത് ഈ പേസ്റ്റ്, ഈ സാധനമാണ്, കോംപ്ലക്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ ലൈഫ് ടൈം എന്തുകൊണ്ട് കുറവായി എന്നുള്ള കാര്യം നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ പറയുന്നത്. എന്തുകൊണ്ടാണ്? അമോണിയം ക്ലോറൈഡും അതേപോലെ ഉണ്ടാകുന്ന ഈ പേസ്റ്റും ഹൈലി കൊറോസീവ് ആണ്, വിച്ച് വിൽ കോഡ് ദി സിങ്ക് കണ്ടെയ്നർ. എന്നാൽ കണ്ടെയ്നർ ഇത് കോഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതിന് നാശം സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള സാധനം പുറത്തേക്ക് വരും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടേക്ക് നമ്മുടെ ഡ്രൈ സെല്ല് കഴിഞ്ഞു. ഓക്കെ, അടുത്തത് മെർക്കുറി സെൽ. ഈ മെർക്കുറി സെല്ല് നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ വാച്ചിലുള്ള ബട്ടൺ പോലുള്ള സെല്ല് കണ്ടിട്ടുണ്ടോ? വാച്ചിന്റെ ഉള്ളിലല്ലേ ഉള്ളത് ബട്ടൺ പോലുള്ള സെല്ല്, അതാണ് മെർക്കുറി സെല്ല്. അതിന് പറഞ്ഞ വേറൊരു പേരാണ് ബട്ടൺ സെല്ല്. ഓക്കെ, അപ്പൊ മെർക്കുറി സെല്ലിനെ കുറിച്ചിട്ട് നമുക്ക് പറയാം. അപ്പൊ ഇതിലുള്ള ആനോഡാര്, കാഥോഡാര്, ഇലക്ട്രോലൈറ്റ് ആര് നമുക്ക് നോക്കാം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള സാധനങ്ങളുണ്ട്. അതിനൊരു ക്രോസ് സെക്ഷണൽ പിക്ചർ നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് നോക്കുക കേട്ടല്ലോ. അപ്പൊ ഞാൻ അതിലുള്ള ആനോഡാര്, കാഥോഡാര്, ഇലക്ട്രോലൈറ്റ് ആര് എന്ന് പറയാം. ഇതിന്റെ ആനോഡ്, മെർക്കുറി സെല്ലിലെ ആനോഡ് നമ്മൾ പഠിക്കുന്നത് തന്നെയാണ്. ആനോഡ്, കാഥോഡ്, ഇലക്ട്രോലൈറ്റ്. ആനോഡിലും കാഥോഡിലും നടക്കുന്ന റിയാക്ഷൻ ഓവോൾ റിയാക്ഷൻ. ആനോഡ് എന്ന് പറയുന്നത് സിങ്ക് അമാൽഗമാണ്. അത് സിങ്ക് അമാൽഗം. ആനോഡ് ഇസ് ദി സിങ്ക് അമാൽഗം.
സിങ്ക് അമാൽഗം എന്ന് വെച്ചാൽ എന്താണോ എ കോമ്പൗണ്ട് ഓഫ് സിങ്ക് വിത്ത് മെർക്കുറി. ഓക്കെ, ദെൻ കാഥോഡ്. അടുത്തത് കാഥോഡ്. കാഥോഡ് എന്ന് പറയുന്നത് മെർക്കുറിയുടെ ഓക്സൈഡ് ആണ്. ഓക്കെ, കാഥോഡ് ഈസ് ദി മെർക്കുറി ഓക്സൈഡ് പ്ലസ് കാർബൺ പൗഡർ. ഈ രണ്ടെണ്ണം ചേർന്നതാണ് എന്ത് കാഥോഡ്. അപ്പൊ നിങ്ങൾക്ക് സംഗതി മനസ്സിലായിട്ടുണ്ടാവും. കാർബൺ കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് എന്തിനാണ് നേരത്തെ നമ്മൾ ട്രൈസിലിൽ ഉപയോഗിച്ചിട്ടില്ല. കാർബൺ എന്താണ്? അത് പറയണോ? അതെന്താണ്? അത് കണ്ടക്ടർ ആണ്. അടുത്തത് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റ് ഈസ് എ പേസ്റ്റ് ഓഫ് സിങ്ക് ഓക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. സിങ്ക് ഓക്സൈഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ആനോഡ് കാഥോഡ് ഇലക്ട്രോലൈറ്റ് ആണെന്ന് മനസ്സിലായി. മറക്കരുത്, അതാണ് നമുക്ക് പ്രധാനമായിട്ട് ഓർമ്മയിൽ വേണ്ടത്. സിങ്ക് അമാൽഗം, മെർക്കുറിക് ഓക്സൈഡ് പ്ലസ് കാർബൺ, സിങ്ക് ഓക്സൈഡ് പ്ലസ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് is the electrolyte, which is a paste. It is a paste. Okay. അപ്പൊ നമുക്ക് ആനോഡിനും കാഥോഡിനും നടക്കുന്ന റിയാക്ഷൻസ് ചെക്ക് ചെയ്യാൻ മക്കളെ. നോക്കോ, ആനോഡ് ആനോഡ് ആരാ? ഏത് ഇലക്ട്രോഡാ? നെഗറ്റീവ് ഇലക്ട്രോഡ്. മറന്നുകൂടാതെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. ഇതൊക്കെ ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ്. സോ ആനോഡ് ഈസ് ദി നെഗറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് ഹിയർ ഓക്സിഡേഷൻ ടേക്സ് പ്ലേസ്. ആർക്കാണ് ആ ഓക്സിഡേഷൻ സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ സംഭവിക്കുന്നത് സിങ്ക് അമാൽഗത്തിനാണ്. സിങ്ക് അമാൽഗം. എന്താണ് ഓക്സിഡേഷൻ? Oxidation is the addition of oxygen or the increment, the process of which involve the increase in the oxidation number. അപ്പൊ ഇവിടെ എന്താണെന്ന് അറിയാവോടാ? സിങ്ക് അമാൽഗം നേരെ നോക്കണം. സിങ്ക് അമാൽഗം സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറുന്നു. അപ്പൊ നോക്കിവിടെ സിങ്ക് അമാൽഗത്തിൽ സിങ്കിന്റെ ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. സിങ്ക് ഓക്സൈഡിലോ +2 ആണ്. ഓക്സിഡേഷൻ നമ്പർ കൂടിയില്ലേ? അപ്പൊ ഓക്സിഡേഷൻ നമ്പർ കൂടുന്ന പ്രോസസ്സാണ് ഇവിടെ സംഭവിച്ചത്. സോ വിച്ച് ഈസ് ദി ഓക്സിഡേഷൻ? അപ്പൊ ആനോഡിൽ സിങ്ക് അമാൽഗം സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി. മെർക്കുറി ഫ്രീ ആവും. അത് കെമിക്കൽ റിയാക്ഷനിൽ അത് പങ്കെടുക്കുന്നില്ല. ഓക്കെ അല്ലേ? അപ്പൊ ഇത് ലോസ് ചെയ്ത 2 ഇലക്ട്രോൺ ഇല്ലേ? അതാണ് ഇത്. ഇനി സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറി. പക്ഷെ ഈ ഓക്സൈഡ് ആവാൻ ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടി? അതറിയില്ലേ? ആ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടി? അത് ഇലക്ട്രോലൈറ്റിൽ നിന്നാണ് കിട്ടുന്നത്. ഇലക്ട്രോലൈറ്റ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് OH- ഇല്ലേ? ആ OH- നിന്നാണ് മക്കളെ നോക്കണേ. ആ OH- നിന്നാണ് എന്ത് കിട്ടുന്നത്? സിങ്ക് ഓക്സൈഡ് ആയിട്ട് മാറാൻ ആവശ്യമായ ഓക്സിജൻ കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്കത് ബാലൻസ് ചെയ്യാൻ നോക്കാം. റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ നോക്കാം. സിങ്ക് ഉണ്ട് ഇവിടെ, സിങ്ക് ഉണ്ട് ഇവിടെ. ഓക്സിജൻ 1, ഓക്സിജൻ 1. പക്ഷേ ചാർജ് ഇവിടെ 2 ഇല്ലേടാ മക്കളെ. 2 നെഗറ്റീവ് ചാർജ് ഇല്ലേ? ഇവിടെ ആകെ ഒരു നെഗറ്റീവ് ചാർജ് അല്ലേ ഉള്ളൂ. അപ്പൊ 2 നെഗറ്റീവ് ചാർജ്. അപ്പൊ ചാർജ് ബാലൻസ് ആയി, സിങ്കും ബാലൻസ് ആയി. പക്ഷെ ഓക്സിജൻ ബാലൻസ്ഡ് ആണോ? അല്ല. ഇനി ഇവിടെ ബാക്കി എന്താ ഉള്ളത്? ഇവിടെ ഒരു ഓക്സിജൻ ഉണ്ട്. ഇവിടെ എന്തുണ്ട്? ഒരു ഓക്സിജൻ ബാക്കിയുണ്ട്, 2 ഹൈഡ്രജനും ഉണ്ട്. 2 ഹൈഡ്രജനും ഒരു ഓക്സിജൻ ചേർന്നാൽ എന്തായി? H2O ആയിട്ട് മാറി. ഇപ്പൊ ബാലൻസ്ഡ് ആയില്ലേ? ഓക്കെ, അപ്പോ നോക്കേ, 2 ഓക്സിജൻ 2 ഓക്സിജൻ, 2 ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ, സിങ്ക്, പിന്നെ 2 നെഗറ്റീവ് ചാർജ് 2 നെഗറ്റീവ് ചാർജ്. മെർക്കുറി ഫ്രീ ആവുന്ന പറഞ്ഞത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല. പങ്കെടുക്കാത്തവരെ നമുക്ക് ബാലൻസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പൊ ആനോട് നടന്ന റിയാക്ഷൻ ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കാഥോഡിൽ നമുക്ക് സംഭവിക്കുന്ന റിയാക്ഷൻ ആണ്. കാഥോഡ്. അപ്പൊ നിങ്ങൾ ഈ സംഗതി നോക്കുക. ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിച്ചതിന്റെ ഫലമായിട്ട് ഇലക്ട്രോൺ ഉണ്ടായി. ആ ഇലക്ട്രോൺ നമ്മൾ ആനോഡിനെ കാഥോഡുമായിട്ട് ബന്ധിപ്പിക്കുകയാണ് എങ്കിൽ ആ ഇലക്ട്രോണ് എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കൂടിയിട്ട് കാഥോഡിലോട്ട് ഫ്ലോ ചെയ്യും. ആ ഇലക്ട്രോൺ കാഥോഡ് കൺസ്യൂം ചെയ്യപ്പെടുന്നത് എങ്ങനെ എന്നാണ് പറയേണ്ടത്. ഓക്കെ, അപ്പൊ ആനോഡും കാഥോഡും പരസ്പരം കണക്ട് ചെയ്താലേ ഇലക്ട്രോൺ അങ്ങോട്ട് ഫ്ലോ ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ്, അപ്പോ കാഥോഡിൽ ആരാ ഉള്ളതെന്ന് അറിയാം? മെർക്കുറിക് ഓക്സൈഡ്. ആ മെർക്കുറിക് ഓക്സൈഡിന് കാഥോഡ് എന്ന് വെച്ചാൽ പോസിറ്റീവ്, അവിടെ എന്ത് സംഭവിക്കണം? റിഡക്ഷൻ സംഭവിക്കണം.
മെർക്കുറിക് ഓക്സൈഡിനാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്. മെർക്കുറിക് ഓക്സൈഡിന് റിഡക്ഷൻ സംഭവിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഓക്സിജൻ ലോസ് ചെയ്യുന്നു. അങ്ങനെ അത് ലിക്വിഡ് മെർക്കുറി ആയിട്ട് മാറുന്നു. ഇപ്പൊ നോക്ക്, ഇതില് മെർക്കുറിയുടെ ഓക്സിഡേഷൻ നമ്പർ +2 ആണ്. അത് 0 ആയിട്ട് കുറഞ്ഞു. സോ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞ പ്രോസസ് ആണ്. സോ ഇത് റിഡക്ഷൻ ആണ്. ഈ പ്രോസസ് റിഡക്ഷൻ ആണ്. സോ ഇവിടെ റിഡക്ഷൻ സംഭവിച്ചു. അങ്ങനെയാണെങ്കിൽ +2 എന്നുള്ളത് 0 ആയിട്ട് മാറണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺ 2 എണ്ണം ആക്സെപ്റ്റ് ചെയ്യണ്ടേ? എങ്കിലല്ലേ അത് സംഭവിക്കത്തുള്ളൂ. 2 ഇലക്ട്രോൺ അത് എവിടെ നിന്ന് കിട്ടി? നമ്മൾ കാഥോഡിനെ ആനോഡുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ആനോഡിൽ നിന്നും ഫ്ലോ ചെയ്ത ഇലക്ട്രോൺസ് ആണ് കാഥോഡിലേക്ക് എത്തുന്നത്. അതാണ് ഇവിടെ കൺസ്യൂം ചെയ്യപ്പെട്ടത്. ഓക്കെ അല്ലേ? അപ്പോ ആനോഡിൽ നിന്നുള്ള 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് മെർക്കുറിക് ഓക്സൈഡ് മെർക്കുറി ആയിട്ട് മാറും. ഇനി ഓക്സിജൻ ഉണ്ടാവും. ഇവിടെ ഒരു O2 മൈനസ് ഉണ്ട്. ഇവിടെ ഒരു O2 മൈനസ് ഉണ്ട്. അതെന്താണെന്ന് അറിയാവോ? നമ്മൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത വാട്ടർ ഉണ്ടല്ലോ, H2O, അതുമായി കമ്പൈൻ ചെയ്യും. H2O കമ്പൈൻ ചെയ്താല് 4 കേൾക്കണേ, H2O 2 H പ്ലസും 2 O മൈനസും 2 O2 മൈനസും. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? 2 OH മൈനസ് ഉണ്ടാവും. അപ്പൊ ഇതാണ് കാഥോഡിൽ സംഭവിക്കുന്ന റിയാക്ഷൻ. അപ്പൊ ഈ ബാലൻസ്ഡ് ആയ നോക്ക്, Hg1 Hg1, ഓക്സിജൻ 1 1 2 2, ഹൈഡ്രജൻ 2 2. ഓക്കെ, ചാർജ് നോക്ക്, 2 നെഗറ്റീവ് ചാർജ് 2 നെഗറ്റീവ് ചാർജ്. ഇനി നമുക്ക് ഇതിന്റെ ഓവറോൾ റിയാക്ഷൻ ഒന്ന് നോക്കിയാലോ? ഓവറോൾ റിയാക്ഷൻ അപ്പൊ എങ്ങനെയാണ്? 2 കൂട്ടേണ്ടതല്ലേ? അങ്ങനെ കൂട്ടുമ്പോ ഇവിടെ 2 ഇലക്ട്രോൺ ഉണ്ട്. കേൾക്കണേ, 2 ഇലക്ട്രോൺ ക്യാൻസൽഡ്. 2 OH മൈനസ് 2 OH മൈനസ് ക്യാൻസൽഡ്. ബാക്കി എന്താണ് മക്കളെ? H2O ക്യാൻസൽഡ്. ബാക്കി ZnHg സിംഗമാൽഗം. ബാക്കി ഇവിടെ എന്താ ഉള്ളത്? HgO. സിംഗമാൽഗം HgO ഗീവ്സ് സിങ്ക് ഓക്സൈഡ് പ്ലസ് മെർക്കുറി. അപ്പൊ നിങ്ങൾ ഈ ഓവറോൾ റിയാക്ഷനിലേക്ക് നോക്കി. ഈ റിയാക്ഷൻ നടന്നതിന്റെ ഫലമായിട്ട് ഓവറോൾ റിയാക്ഷനിൽ ബൈ പ്രോഡക്റ്റ് ആയിട്ട് യാതൊരു അയോൺസും ഇല്ല. ഉണ്ടോ? നിങ്ങൾക്കറിയാം, അയോൺസിന്റെ കോൺസെൻട്രേഷനിൽ മാറ്റം വരുമ്പോഴാണ് ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുന്നത്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ മാറുമ്പോഴാണ് നേൺസ്റ്റിക്കേഷൻ ഓർമ്മയില്ല, നേൺസ്റ്റിക്കേഷൻ പ്രകാരം എന്ത് സംഭവിക്കുന്നത്? EMF മാറ്റം വരുന്നത്. പക്ഷെ ഇവിടെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുന്ന യാതൊരു ഇലക്ട്രോൺസും അല്ല, യാതൊരു അയോൺസും ഈ ഓവറോൾ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സെല്ലിന്റെ പൊട്ടൻഷ്യല് ഇതിന്റെ ലൈഫ് ടൈം ത്രൂ ഔട്ട് ഗീവ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 1.35 വോൾട്ട് ത്രൂ ഔട്ട് ദിസ് ലൈഫ്. ഓക്കെ അല്ലേ? ഇനി ഇത് ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടേക്കാണ്? വാച്ചിൽ ഉപയോഗിക്കുന്നുണ്ട്, മൂവി ക്യാമറാസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അത് മനസ്സിലായി. സോ ഇവിടേക്ക് നമുക്ക് പ്രൈമറി സെല്ലുകൾ ക്ലോസ് ചെയ്യാം.